പാലാ നഗരസഭയിലെ ജനവിധി മാനിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് 24-നോട്. ആരെയും ചാക്കിട്ട് പിടിക്കാനില്ല. സ്വതന്ത്രർ ഇങ്ങോട്ട് വന്നാൽ ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ ക്ഷീണം ഉണ്ടായിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. ജനവിധി മാനിക്കും എന്നാണ് നമ്മുടെ നിലപാട്. ജനവിധി മാനിക്കുന്നുള്ളതാണ് ജനാധിപത്യത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പം നമുക്ക് പ്രതിപക്ഷത്തിരിക്കാനാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് ആ ജോലി ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറ്. പിന്നെ ഏതെങ്കിലും സ്വതന്ത്രന്മാരായി ജയിച്ചിട്ടുള്ളവർ ഞങ്ങൾ പിന്തുണ തരാം എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവം ആലോചിക്കും. അങ്ങോട്ട് ചാക്കിടാൻ പോകുന്ന പരിപാടി പാർട്ടി ആലോചിക്കുന്നില്ല. ഇങ്ങോട്ട് സന്തോഷത്തോടെ വന്നു കഴിഞ്ഞാൽ മുന്നണി ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു അടിത്തറയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, പാലാ നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇരു മുന്നണികൾക്ക് ലഭിച്ചിരുന്നില്ല. അതേസമയം UDF-നായിരുന്നു മേൽക്കൈ. അവിടെ സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് പുളിക്കക്കണ്ടം ഫാമിലിയുടെ പിന്തുണയോടുകൂടിയാണോ UDF അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്? ദിലീപ് കുമാർ, നമ്മൾ ഇന്ന് രാവിലെ ആദ്യം സംസാരിച്ചത് നാട്ടകം സുരേഷ്, കോട്ടയം DCC പ്രസിഡന്റിനോടാണ്. അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്രരുമായിട്ടുള്ള എല്ലാ ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. UDF പാലാ നഗരസഭയിൽ അധികാരത്തിൽ വരും. അത് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് LDF-ലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. സ്റ്റീഫൻ ജോർജിന്റെ വാക്കുകൾ തന്നെ എടുത്താൽ പ്രതിപക്ഷത്തിരിക്കാനും തങ്ങൾ തയ്യാറാണ്. നമ്മൾ ഇവിടുത്തെ കക്ഷി നില കൂടി നോക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും പാർട്ടിയെ ചാക്കിട്ട് പിടിക്കാൻ ഇപ്പോൾ തങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ സ്വതന്ത്രരെ ചാക്കിട്ട് പിടിക്കാൻ തങ്ങൾ തയ്യാറില്ല. സ്വന്തം ഇഷ്ടപ്രകാരം സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുമെന്നുള്ള നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് LDF UDF അവരുടെ നിലപാട് പറയുമ്പോൾ അവിടുത്തെ കക്ഷി നില കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 26 സീറ്റാണ് മൊത്തമുള്ളത്. അതിൽ 12 സീറ്റുകൾ ഇപ്പോൾ LDF-നുണ്ട്, 10 സീറ്റുകളാണ് UDF-നുള്ളത്. UDF-ന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തന്നെയാണ്. കാരണം ഒറ്റക്കക്ഷിയായിട്ട് LDF-ന് കേരള കോൺഗ്രസിന് നഗരസഭയിൽ എത്താൻ സാധിച്ചില്ല. അതിന്റെ വിജയമാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെണ്ണൽ ദിവസം കണ്ടത്. എന്തായാലും ഈ ഒരു വിമതയും അതുപോലെ തന്നെ 3 സ്വതന്ത്രരുമുണ്ട്. അവരെ ഒപ്പം നിർത്തി അധികാരത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഈ പുളിക്കക്കണ്ടം ഫാമിലി അവിടെ നിന്ന് ജയിച്ച ഈ 3 പേരും, അവർ ബിനു പുളിക്കക്കണ്ടവും അതോടൊപ്പം സഹോദരനും മകളുമൊക്കെ പളനിയിൽ പോയി തല മുണ്ഡനം ചെയ്തതായി വാർത്തകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, അവർ ആരെ പിന്തുണയ്ക്കണം എന്നത് സംബന്ധിച്ച് ഇനിയിപ്പോൾ ജനസഭ വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ദിലീപ് കുമാർ, ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഈ പുളിക്കക്കണ്ടം ഫാമിലിയുടെ ഒരു തീരുമാനമാണ്. അവർ 21-ാം തീയതി 6 മണിക്കൂർ ജനസഭ 3 വാർഡുകളിലെയും ആളുകളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അതിനു മുമ്പ് അവർ ഇപ്പോൾ ഉള്ളത് പളനിയിലാണ്. പളനി പോയി ബിനുവും ബിജുവും തലമുണ്ടനം ചെയ്തിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായിട്ടാണ്, അതിനൊരു നന്ദി പറയാൻ വേണ്ടിയാണ് പളനിയിലേക്ക് പോയതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വേളാങ്കണ്ണിയിലും പോയിട്ടേ അവർ മടങ്ങി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചർച്ചകൾ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർ വന്നതിന് ശേഷം ജനസഭ വിളിച്ച് ആ ജനസഭയിൽ ആർക്കൊപ്പം നിൽക്കണം, കൂടുതലും UDF-നൊപ്പം നിൽക്കണം എന്നുള്ള ഒരു വികാരമുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്. അങ്ങനെ വന്നാൽ അവർ UDF-നൊപ്പം നിൽക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഭരണം കഴിഞ്ഞ തവണ LDF-ന് പോയെങ്കിൽ പഴയ രീതിയിൽ തന്നെ UDF-ലേക്ക് എത്തും. UDF-ലേക്ക് എത്തുകയാണെങ്കിൽ അതിൽ പാലാ നഗരസഭയിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭരണസമിതി വരുമെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. എന്തായാലും ആ നിർണായകമായിട്ടുള്ള തീരുമാനം 21-ാം തീയതി 6 മണിക്ക് ഈ പുളിക്കക്കണ്ടം ഫാമിലി സ്വീകരിക്കും. UDF-നൊപ്പം ബിനു പുളിക്കക്കണ്ടം പോവുകയാണെങ്കിൽ അവിടെ ഒരു മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത്, ഈ വിമതയായിട്ട് വിജയിച്ച മായ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി LDF-നൊപ്പം പോവുകയാണെങ്കിൽ 13-13 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. വീണ്ടും അപ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകും. ഒരു നറുക്കെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത പോലും പാലാ നഗരസഭയിൽ നിലവിൽ ഉണ്ട്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.